ഗുണങ്ങൾ സത്വം, രജസ്, തമസ്. നമ്മുടെ ഭക്ഷണത്തിൽ സാത്വിക ഭക്ഷണം എങ്ങനെ തിരിച്ചറിയാം? ഭക്ഷണത്തിൽ സാത്വികം എങ്ങനെ തിരിച്ചറിയാന്ന് ചോദിച്ചാൽ, സാത്വിക ഭക്ഷണത്തിന്റെ ലക്ഷണം ആയുസ് സത്വ ബലാരോഗ്യ സുഖ പ്രീതി വിവർധനാഃ രസ്യാഃ സ്നിഗ്ധാഃ സ്ഥിരാഃ ഹൃദ്യാഃ ആഹാരാ സാത്വികപ്രിയാഃ. ആയുസ്സിനെയും ബുദ്ധിയെയും ബലത്തെയും ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നത്. ആയുസ് സത്വ ബലാരോഗ്യ സുഖത്തെയും പ്രീതിയെയും വർദ്ധിപ്പിക്കുന്നത്. പിന്നെ രസ്യ, രസമുള്ളത്, ജലാംശമുള്ളത്, കട്ടിയായിട്ടുള്ളതല്ല. സ്നിഗ്ധ, വഴുവഴുപ്പുള്ളത്, നെയ്യ്, എണ്ണ തുടങ്ങിയുള്ള സ്നേഹം ചേർന്നത്. സ്ഥിര, കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരത നിലനിൽക്കുന്നത്. ഹൃദ്യ, ഹൃദയത്തിന് പിടിക്കണം. ഇതാണ് സാത്വികം. ഇത് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ചിലർ പറയും എനിക്ക് മദ്യമാണ് എൻ്റെ ഹൃദ്യമായത്, അല്ലെങ്കിൽ എനിക്ക് മുളക് പൊടിയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ട് സത്വത്തിൻ്റെ ലക്ഷണം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, രജസിൻ്റെയും തമസിൻ്റെയും ലക്ഷണം കൂടി പഠിക്കണം. അപ്പൊ ഇന്നതൊക്കെ ആയതും ഇന്നതൊക്കെ അല്ലാത്തതും എന്ന് പറയണം. അത് മനസ്സിലാക്കണമെങ്കിൽ രജസിൻ്റെയും തമസിൻ്റെയും ലക്ഷണം വേണം. അതെന്താണ്? കട്വം വളലവണാത്യുഷ്ണം തീക്ഷ്ണ രൂക്ഷവിദാഹിനഃ ആഹാരാ രാജസസ്യേഷ്ട ദുഃഖ ശോകാമയം പ്രദ. അധികം എരിവുള്ളത്, അധികം പുളിയുള്ളത്, അധികം ഉപ്പുള്ളത്, അത്യുഷ്ണം, കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളും പൊള്ളൊക്കെ. തീക്ഷ്ണം, തീക്ഷ്ണമായത്, വാക്ക് തന്നെ നമുക്ക് സൂചിപ്പിക്കണതാ. തീക്ഷ്ണമായത്, വലിയ എരിവ്, വലിയ വല്ലാത്തൊരു, കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇല്ലേ, അതാണ് തീക്ഷ്ണം. രൂക്ഷം, ഭയങ്കരമായ ഗന്ധം, തുളച്ചു കയറുന്ന ഗന്ധം. വിദാഹിന, അകത്തെത്തിക്കഴിഞ്ഞാൽ ചുട്ടുപോളിലേക്ക്. ഇതൊക്കെയാണ് രജോ ഗുണക്കാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം. ദുഃഖം, ശോകം, രോഗം എന്നിവയെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ വലിയ എരിവിട്ടിട്ട്, വലിയ പുളിയിട്ടിട്ട്, വലിയ ഉപ്പിട്ടിട്ട്, വിനാഗിരി തുടങ്ങിയവ ഒഴിച്ചിട്ട്, അങ്ങനെയൊക്കെയുണ്ടല്ലോ, ഒരുപാട് മസാലകൾ ചേർത്തിട്ട് ഒക്കെ ഈ വകുപ്പ. എന്താ ഇതിന്റെ ഫലം? ദുഃഖം, രോഗം. ഡോക്ടർമാർക്ക് നല്ലതാ. ഇനി താമസികം കൂടി മനസ്സിലാക്കണം. എന്താ താമസികം? യാതയാമം ഗതരസം പൂതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. യാതയാമം, ഉണ്ടാക്കിയിട്ട് ഒരു രാത്രി കഴിഞ്ഞത്. വേറൊരു അഭിപ്രായത്തിൽ 3 മണിക്കൂർ കഴിഞ്ഞത്. നമുക്കൊരു രാത്രി എടുക്കുക തൽക്കാലം. തലേന്ന് ഉണ്ടാക്കിയത് യാതയാമം. ഗതരസം, സത്ത് മുഴുവൻ ഊറ്റിക്കളഞ്ഞത്. മലയാളികളുടെ ചോറ് താമസിക്കാണ്, എൻ്റെ സത്ത് ഊറ്റിക്കളഞ്ഞ ഗതരസം. പൂതി, ദുർഗന്ധമുള്ളത്, പൂതി ദുർഗന്ധമുള്ളത്. പര്യുഷിതം, ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞത്. ബേക്കറി സാധനങ്ങൾ, അച്ചാറ്, അങ്ങനെയുള്ളതൊക്കെ. ബേക്കറി സാധനങ്ങൾ ഇന്നുണ്ടാക്കിയതാ, ഏതോ കാലത്ത്. അതുപോലെ അച്ചാറ്. സ്വാമി എന്തുണ്ടെങ്കിലും ഭക്ഷണ സുഖാവണമെങ്കിൽ കുറച്ചൊന്നൊരു അച്ചാറ് തൊട്ട് നോക്കണം. അതാണ് പഴയ പര്യൂഷിതം. ഉച്ഛിഷ്ടം, ഉച്ഛിഷ്ടമായത്, അതായത് ഒരാളിനെ കഴിക്കുക, അപ്പം മറ്റേ കൊടുക്കണില്ല, അപ്പം മറ്റേ ഒരു ആഗ്രഹം വരുന്നുണ്ടായി, അപ്പം എന്തായി? ഉച്ഛിഷ്ടമായി. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും വീതിച്ച് സ്നേഹമായി ഒന്നിച്ച് കഴിക്കുക.
മറ്റേത് അയാളുടെ ഒരു ആഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമായി. അമേധ്യം, മേധ്യമല്ലാത്തത്. മേധ്യം എന്ന് പറഞ്ഞാൽ മേധാവർദ്ധനം, ബുദ്ധിയുടെ വർധനവിന് കാരണമാകുന്നതാണ് മേധ്യം. അമേധ്യ ബുദ്ധിക്ക് മങ്ങലുണ്ടാക്കണം. ചില സാധനമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ബുദ്ധി ഉണ്ടാവാനാണ്? അമ്മേനെ പോലും തിരിച്ചറിയില്ല, പിന്നെയല്ലേ? അതൊക്കെ അമേധ്യങ്ങളാണ്. മദ്യം മുഴുവൻ അമേധ്യമാണ്. എല്ലാതരം മദ്യങ്ങളും അമേധ്യമാണ്. വ്യക്തമാണല്ലോ പറഞ്ഞത്. അപ്പോൾ താമസികവും രാജസികവും അല്ലാത്ത സാത്വികം, അതാണ് സാത്വികാഹാരം. പണ്ട് കാലത്ത് രാത്രിയിൽ തയ്യാറാക്കി ബാക്കി വന്ന പഴങ്കഞ്ഞി ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നൊരു പറച്ചിലുണ്ടായിരുന്നു. ആരോഗ്യത്തിന് ഗുണം ചെയ്യും, തീർച്ചയായും. പഴങ്കഞ്ഞി ഏറ്റവും നല്ലതാണ്. താമസികമല്ല, താമസികമല്ല എന്ന് പറഞ്ഞിട്ടില്ല. താമസികമാണ്, സാത്വികമൊന്നുമല്ല, പക്ഷേ ആരോഗ്യത്തിന് നല്ലതാണ്. പഴങ്കഞ്ഞി മാത്രമല്ല, ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും ഫെർമെന്റ് ചെയ്യാൻ വെച്ച ശേഷം കഴിക്കുന്നത് ഉത്തമമാണ്. മനുഷ്യന് സ്വതവേ പ്രീബയോട്ടിക് വസ്തുക്കളെ നൽകുന്നതിന് ദഹിപ്പിക്കാൻ കഴിവ് കുറവാണ്. ഉദാഹരണം ഫൈബേഴ്സ്. ഫൈബറുകൾ അധികം ദഹിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യന് സ്വന്തം ഇല്ല. അപ്പൊ അവ ദഹിക്കണമെങ്കിൽ എന്ത് വേണം? അവയെ ദഹിപ്പിക്കാൻ കഴിവുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയകൾ നമ്മുടെ വയറ്റിൽ ധാരാളമാണ്. ലോകത്തിൽ ഏറ്റവും അധികം പ്രോബയോട്ടിക് ബാക്ടീരിയ ലഭിക്കാനുള്ള വിലയേറിയ ഭക്ഷണ പദാർത്ഥമാണ് പഴങ്കഞ്ഞി, അല്ലെങ്കിൽ പഴഞ്ചോറ്, അല്ലെങ്കിൽ റാഗി തുടങ്ങിയ ചെറുധാന്യങ്ങൾ തലേന്ന് പാചകം ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കും. ഇത്രയ്ക്കധികം സമ്പന്നമായ ഭക്ഷണം പറയുന്നത്. പ്രോബയോട്ടിക് ബാക്ടീരിയ മാത്രമല്ല, വൈറ്റമിൻ B12. പൊതുവെ മാംസാഹാരം കഴിക്കാത്തവർക്ക് ഏറ്റവും കുറയുന്നതാണ് B12. B12 കുറഞ്ഞാൽ നിരവധി പ്രശ്നങ്ങൾ. B12 കിട്ടാൻ പറ്റിയ സാധനമാണ് പഴങ്കഞ്ഞി, കടല്. അത് കഴിച്ചോളൂ, നല്ലതാണ്. പക്ഷേ അത്യന്തം താമസികമാണ്. അതുകൊണ്ട് അത് കഴിച്ചാൽ എന്ത് ചെയ്യണം? നല്ലോണം ദേഹം ഇളകി പണിയെടുക്കണം, നല്ലോണം അധ്വാനിക്കണം, വിയർക്കണം. ഇല്ലെങ്കിൽ മടിയന്മാരായിട്ട് കിടന്നുറങ്ങാൻ തോന്നും. ഇതങ്ങോട്ട് മൂക്കൊക്കെ കഴിച്ചാൽ ഉടനെ കിടക്കണം, ഉറങ്ങും. 1 മാസം കൊണ്ട് തടിച്ച് ചേർക്കും, വളരെ തടി കൂടും. അതുകൊണ്ട് ഇത് കഴിക്കുന്നവരോട് പറയാനുള്ളത്, നല്ലപോലെ വിയർത്ത് അധ്വാനിക്കണം. സമ്മതാണല്ലോ. താമസികമാണ് എന്താ? താമസികമൊക്കെ മോശമാണെന്ന് വിചാരിച്ചേ. ചിലരുടെ വിചാരം സാത്വികാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അതിനോട് നമുക്ക് യോജിപ്പില്ല. താമസികം ദേഹത്ത് ചെന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ഉറക്കമുണ്ടാവില്ല. ഉറക്കം വേണമെങ്കിൽ താമസികം വേണം. നല്ല ക്രിയാശേഷി വേണമെങ്കിൽ രാജസികം വേണം. നല്ല ചിന്താശേഷി വേണമെങ്കിൽ സാത്വികം വേണം. ഇതൊക്കെ നമുക്ക് വേണ്ടേ? മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല, ചിന്താശേഷിയും പോകും, ക്രിയാശേഷിയും പോകും. അതുകൊണ്ട് താമസികം അനിവാര്യമാണ് നമുക്ക്. ചില വിചാരിക്കുന്ന സാത്വികം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ്. അതൊന്നും ശരിയല്ല. തെറ്റാണല്ലോ പറഞ്ഞത്.